ഇന്ത്യൻ എക്കോണമി എങ്ങോട്ടാണ് ഗ്രോ ചെയ്യുന്നത്? രാഹുൽ ഗാന്ധി പല സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, ഇന്ത്യയിൽ തൊഴിലവസരം കുറയുന്നു, ഇന്ത്യൻ എക്കോണമി പുറകോട്ട് പോകുന്നു, ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റത്തില്ല. കേരളത്തിലുള്ള പല ആൾക്കാരും പറയുന്നു എവിടെയാണ് തൊഴിൽ കിട്ടുന്നത്, എങ്ങനെയാണ് ഇത് ഗ്രോ ചെയ്യുന്നത്. ഒരു കണക്ക് പറയാം. ഇന്നലെയാണ് ഈ കണക്ക് മിനിസ്ട്രി ഓഫ് ട്രേഡ് ആൻഡ് കോമേഴ്സ് പുറത്തുവിട്ടത്. നിങ്ങൾക്കറിയാം, ചൈനയിൽ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഐഫോൺ മാനുഫാക്ചറിങ്, അതേപോലെ സാംസങ് ഇന്ത്യയിലേക്ക് വരുന്നത്. അതായത് മാനുഫാക്ചറിങ്. നിങ്ങൾക്കറിയാം, ഐഫോണിൻ്റെ 3 മാനുഫാക്ചേഴ്സാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് ഫോക്സ്കോൺ, തായ്ലാൻഡ് ബേസ്ഡ്, പിന്നെ ടാറ്റ എടുത്തിരിക്കുന്ന വിസ്ട്രോൺ, പിന്നെ മറ്റൊരു തായ്ലൻഡ് ബേസ്ഡ് പെട്രഗോൺ. ഈ 3 കമ്പനികളാണ് ഈ ഐഫോൺ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇപ്പം 2023 കണക്ക് പുറത്തുവിട്ടു. ഏകദേശം 1 ലക്ഷം കോടിയുടെ ഫോണുകൾ ആണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയത്. ഐഫോൺ മാത്രമാണ് കണക്ക് പറയുന്നത്. അതിൽ 65,000 കോടിയുടെ ഫോണ് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തു. ബാക്കി ഇന്ത്യയിലാണ് വിറ്റത് ഐഫോൺ. മനസ്സിലാക്കുക, 2023 പിന്നിലുള്ള വർഷം, അത് 22 ആണെങ്കിലും 20 ആണെങ്കിലും 21 ആണെങ്കിലും ഫിനാൻഷ്യൽ ഇയറിൽ ഐഫോണിൻ്റെ മാർക്കറ്റ് ഇന്ത്യയിൽ 2.5% ആയിരുന്നു. അത് 6% ജമ്പ് ചെയ്തു. അതേസമയം നോക്കുക, അതിനേക്കാളും വലിയ മാർക്കറ്റായിരുന്നു സാംസങ്ങിൻ്റെ. 26% ആയിരുന്നു ഇന്ത്യയുടെ മാർക്കറ്റ് ഷെയർ. അത് 20% കുറഞ്ഞു. അതായത് ഐഫോണിൻ്റെ മാർക്കറ്റ് ഇന്ത്യയിൽ 13,000 കോടിയായിരുന്നു നേരത്തെ. അത് ഏകദേശം 40,000 കോടിയായിട്ട് വർദ്ധിച്ചു. അതായത് 40,000 കോടിയായിട്ട് വർദ്ധിച്ച ഐഫോൺ വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വില നിങ്ങൾക്കറിയാം. അതായത് ഇന്ത്യയിൽ ബൈയിങ് കപ്പാസിറ്റി കൂടി. അതാണ് അതിൻ്റെ കണക്കെന്ന് പറയുന്നത്. സാംസങ്ങിൻ്റെ ഫോൺ അറിയാം, പല രീതിയിലാണ് ഈ ഫോണ്. അത് വാങ്ങുന്നവരുടെ എണ്ണം കുറഞ്ഞു. ഇതാണ് കണക്ക്. സാംസങ് നേരത്തെ എത്ര ആയിരുന്നു? 73,000 കോടിയാണ് ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരുന്നത്. അത് 33,000 കോടിയായിട്ട് താഴ്ന്നു. ഐഫോണിൻ്റെ ഇത് കൂടി. പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെൻറ്റീവ്, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്കീമാണ്. ഇത്ര രൂപയിലുള്ള ഫോണുകൾ വിൽക്കുമ്പോൾ ഇത് ആ കമ്പനികൾക്ക് കൊടുക്കുന്ന ഇൻസെൻറ്റീവാണ്. അതിൻ്റെ ഭാഗമായിട്ട് അത് എടുത്ത് കണക്കുകളാണ് പുറത്തുവിട്ടപ്പോഴാണ് ഈ കമ്പനികൾക്കെല്ലാം എത്രയാണ് ലാഭം കിട്ടുന്നത്, അതേപോലെ ഈ പ്രൊഡക്ഷൻ ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയ മറ്റുള്ള കമ്പനികൾ. അപ്പോൾ ഇതിൻ്റെ ഡീലേഴ്സ്, ഇപ്പോൾ ഐഫോണുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഡീലേഴ്സ്, അതിൻ്റെ കമ്മീഷന്, മറ്റുള്ള മെക്കാനിസം എല്ലാം കൊണ്ട് നോക്കുമ്പോൾ 1.5 ലക്ഷം കോടിക്ക് മുകളിലാണ് 2023 ഐഫോണുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവിടെ എംപ്ലോയ്മെൻറ്റ് കൂടിയോ ഇല്ലയോ? ആലോചിച്ച് നോക്കാൻ സംഭവമാണ്. അതേപോലെ തന്നെ സാംസങ്, അവരുടെ സെയിൽസ് കുറഞ്ഞു, പക്ഷെ അവരുടെ വോളിയം കൂടി. ഇതാണ് അതിൻ്റെ മറ്റൊരു സംഭവം വരുന്നത്. കാരണം ആളുകൾ ഐഫോണിലോട്ട് ചേഞ്ച് ചെയ്തപ്പോൾ സാംസങ് എന്ന് പറയുന്ന വില കുറച്ച ഫോണിൻ്റെ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് അങ്ങ് വല്ലാതെ കൂടി, പക്ഷെ വില അങ്ങ് കുറഞ്ഞു. കാരണം കോമ്പറ്റീഷൻ മാർക്കറ്റിലോട്ട് വന്നു. മറ്റുള്ള ഫോണുകളുമുണ്ട്, പക്ഷെ അവരൊന്നും ഈ PIL സ്കീമിൽ വരുന്നില്ല. കാരണം ഇതിൻ്റെ ഫോണിന് വില കുറവാണ്. അപ്പം ഇതിനെ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ എക്കോണമി മുമ്പോട്ട് പോകുന്നു. മനസ്സിലാക്കേണ്ടത് ഇത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കമ്പനികളൊക്കെ ഇന്ത്യയിലോട്ട് വരുന്നത്. അവരെ കൊണ്ടുവന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് വലിയ പാടുപെട്ടു. ഈ ഫോക്സ്കോൺ ആണെങ്കിൽ പല കമ്പനികളായിട്ടാണ്, പലരുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രമാത്രം എംപ്ലോയ്മെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു, അതായത് പുതിയൊരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. അവിടെയാണ് ഞാൻ പലപ്പോഴും മലയാളികളോട് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബൂമിങ് എക്കോണമിയാണ്. അതിൻ്റെ ഒരു തെളിവാണിത്. അപ്പോൾ ഇതിൻ്റെ കണക്കും ചാർട്ടുകളൊക്കെ വെബ്സൈറ്റിലുണ്ട്, മിനിസ്ട്രി ഓഫ് കോമേഴ്സിൽ. നിങ്ങളെടുത്ത് നോക്കുവാണെങ്കിൽ മനസ്സിലാകും. അതായത് ഇന്ത്യയിൽ സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്, ഇവിടെ സ്ഥലമുണ്ട്, അതിന് പറ്റിയ മാർക്കറ്റുണ്ട്. ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്യുമ്പോഴാണ് ഈ കമ്പനികൾക്ക് ഇത്രയും ലാഭം വരുന്നത്. അതുകൊണ്ടാണ് മറ്റ് കമ്പനികൾ ഇന്ത്യയിലോട്ട് വരുവാൻ ശ്രമിക്കുന്നത്, ചൈന വിട്ട്.
അപ്പം അങ്ങനെ ഈ പറയുന്ന പ്രൊഡക്ഷനും ഈ മാർക്കറ്റും ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ ഇപ്പം നിങ്ങൾ മലയാളികൾ വിദേശത്ത് പോയി തൊഴിൽ അന്വേഷിക്കുന്നവർ ആലോചിക്കണം, ഇന്ത്യൻ സിറ്റികളാണ് നിങ്ങൾക്ക് താല്പര്യം, അതോ വിദേശത്ത് പോയി ഈ പറയുന്ന കാനഡയിലും UK ഒക്കെ പോയി അരാജകത്വം അനുഭവിച്ച് 7-8 വർഷം കഴിഞ്ഞ് രക്ഷപ്പെടണോ? ഇതാണ് ചോദ്യം. അപ്പോഴും ഞാൻ പറയുന്നൊരു പോയിന്റ് ഉണ്ട്, നിങ്ങൾ ഇന്ത്യയിൽ നിന്നും ഷേപ്പും മോൾഡും ചെയ്ത് വിദേശത്തോട്ട് പോകുകയാണെങ്കിൽ അതിന് വലിയ ഗുണവും അഡ്വാൻറ്റേജും ഉണ്ട്. അവിടെയാണ് ഈ കണക്കുകൾ പുറത്ത് വിട്ടിരിക്കുന്നത്. നാരദ ടോക്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ യൂട്യൂബ് ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കിട്ടുന്നതാണ്. ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. താങ്ക് യു.